അങ്ങനെ നമ്മുടെ ചിക്ക് പീസ് ബുർജി ശരിയായിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് റോൾ ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് ചിക്ക് പീസ് ക്യാനിലുള്ളതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ക്യാനിലുള്ള ചിക്ക് പീസ് ഇല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളക്കടല പ്രഷർ കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചാൽ രാവിലെ വെന്ത് കിട്ടും. ഈ ക്യാനിലുള്ളത് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഒന്നോടെയും വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു മീഡിയം സൈസ് സവാളയും കുറച്ച് പച്ചമുളകും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസുമാണ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ച് ഓയിൽ വേണം. ഒലിവ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിൽ ഒഴിക്കാൻ പോവാം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇനിയിപ്പോൾ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇതൊരു വലിയ പച്ചമുളകായിരുന്നു. ഇതൊന്ന് വഴണ്ട് വരട്ടെ, കുറച്ചു നേരം കിടക്കട്ടെ. ഇതിൻ്റെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു. അതിൻ്റെ ശേഷം സോയാ സോസ് 1 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് ഇളക്കട്ടെ. ഇതിങ്ങനെ ഇളകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്ക് പീസ് ഇടാം. ചിക്ക് പീസ് ഇടാൻ പോവാ. ചിക്ക് പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നു. ഇതിപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നമുക്ക്. ഈ മാഷ് പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യണേ മാഷർ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. രീതിയിലൊന്ന് ഉടച്ചതിന് ശേഷം ഞാൻ ഈ മല്ലിയില ഇടാൻ പോവാം. ഇതിപ്പോൾ ഒരുവിധം ഒന്നങ്ങ് ഉടഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മല്ലിയില ഇടുക കേട്ടോ. ഇതാണ് നമ്മുടെ മല്ലിയില. നന്നായിട്ട് ഇളക്കി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യേ. ഇനി ഇതിലേക്ക് ഈ ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഇടുന്നത്. അതിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നല്ല ടേസ്റ്റാ. ഇനിയിപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഉള്ളിൽ ഒന്ന് റോൾ ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചിക്ക് പീസ് ബുർജി ശരിയായിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് റോൾ ചെയ്ത് കഴിക്കട്ടെ കേട്ടോ.